പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ, ഹൃദയം നിറഞ്ഞ നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ പാരായണവും പ്രഭാഷണവും തുടരുകയാണ്. ഇന്ന് സുന്ദരകാന്ഡം ആരംഭിക്കുന്നു. രാമായണത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട സുന്ദരകാന്ഡത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സകല ശുകകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ. കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനോട് തൊഴുതു ചൊല്ലിടിനാൾ. കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരിസുതയൊടു ചിരിച്ചു ഗംഗാധരൻ. എങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. ലവണജലനിധി ശതകയോജനാവിസ്തൃതം ലംഘിച്ച് ലങ്കയിൽ ചെല്ലുവാൻ മാരുതി. മനുജ പരിവൃഢ ചരണനളിനയുഗളം മുദാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കപിവരരോടമിത ബലസഹിത ഉര ചെയ്തിതു കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിൽ എല്ലാവരും. മമ ജനക സദൃശനഹമതി ചപലമംബരേ മനേന പോകുന്നിതാശരേശാലേ. അജതനയതനയ ശരസമധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം. അഖില ജഗദധിപനോടു വിരവോടറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ. കൃതാർത്ഥോസ്മ്യഹം. പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ. ജനിമരണ ജലനിധിയ വിരവൊടു കടക്കുമി ജന്മനാ. കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. തദനു മമ ഹൃദി സപതി രഘുപതിരനാരതം. തസ്യാങ്കുലീയവുമുണ്ടു ശിരസി മേ. കിമപി നഹി ഭയമുദതി സപതി തരിതും നിങ്ങൾ കീശപ്രവരരെ ഖേദിയായി ഖേതുമേ. ഇതി പവനതനയനുര ചെയ്ത് വാലും നിജമേറ്റമുയർത്തി പരത്തിക്കരങ്ങളും അതിവിപുല ഗളതലവും ആർജവമാക്കി നിന്നാ കുഞ്ചിതാംഘ്രിയായി ഊർധ്വനയനായി. ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ച് ദക്ഷിണദിക്കുമാലോക്യ ചാടിയിടിനാൻ. ഇതി പവനതനയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തി പരത്തിക്കരങ്ങളും അതിവിപുലകളതലവും ആർജവമാക്കി നിന്ന് ആ കുഞ്ചിതാംഘ്രിയായി ഊർധ്വനയനായി. ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ച് ദക്ഷിണദിക്കുമാലോക്യ ചാടിയിടിനാൻ. പതകപതിരിവ പവനസുതനധ വിഹായ സ ഭാനുബിംബാഭയ പോകും ദശാന്തരേ.
അമരസമുദയമനിലതനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ. സുരസയൊടു പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും ത്വരിതമനിലജമതിബലങ്ങളറിഞ്ഞ് അതിസൂക്ഷ്മദൃശാവരികെന്നതു കേട്ടവൾ ഗഗനപതി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്ന് തത്സന്നിധൗ മേവിനാൾ. കഠിനതരമലറിയവൾ അവനോടുര ചെയ്തിതു കണ്ടീലയോ ഭവാൻ എന്നെ കപിവരാ. ഭയരഹിതം ഇതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന് മാം കൽപ്പിച്ചിതീശ്വരൻ. വിധിവിഹിതം അശനമിതു നൂനമദ്യത്വയാ വീര. വിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ മമവദന കുഹരമതിൽ വിരവിനോട് പോക നീ. മറ്റൊന്നു ഓർത്തോ കാലം കളയായി കേട്ടോ. സരസമിതിരഭസതരമതനു സുരസാഗിരം സാഹസാൽ കേട്ടനിലാത്മജൻ ചൊല്ലിനാൻ. അഹമഖില ജഗദധിപനമര ഗുരുശാസനാൽ ആശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവാശ്വവാ വരുന്നതുമുണ്ട് ഞാൻ. ജനക നരപതി ദുഹിതൃചരിതമഖിലം ദ്രുതം ചെന്ന് രഘുപതിയോടറിയിച്ചു ഞാൻ തവ വദന കുഹരമതിലപഗതഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടുവന്നു പൊക്കിയിടുവൻ. അനൃതമാക്കതളിരിൽ ഒരു പൊഴുതും അറിവീല അഹം ആശുമാർഗം ദേഹി ദേവി നമോസ്തുതേ. അനൃതമകതളിരിൽ ഒരു പൊഴുതും അറിവീലഹം ആശുമാർഗം ദേഹി ദേവി നമോസ്തുതേ. തദനു കപികുലവരനോടവളും ഉര ചെയ്തിതും ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ. മനസി തവ സുദൃഢമിതി യതി സപതി സാദരം വാ പിളർന്നീടെന്ന് മാരുതി ചൊല്ലിനാൻ. അതിവിപുലം ഉടലും ഒരു യോജനയാമമായ ശുഗനന്ദനൻ നിന്നിതു കണ്ടവൾ. അതിലധികതര വദന വിവരമുടനാകുലം അദ്ഭുതമായ 5 യോജന വിസ്തൃതം. പവനതനയനും അതിനു ചടിതി 10 യോജന പരിമിതി കലർന്ന് കാണായോരനന്തരം. നിജ മനസ്സി ഗുരു കുതുകമൊടു സുരസയും തഥാ നിന്നാൾ 20 യോജന വായുമായി. മുഖകുഹരമതിവിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ. അലമലമിതയമമലനരുതു ജയമാർക്കുമെന്ന് 50 യോജന വാ പിളർന്നിടിനാൾ. അതു പൊഴുതു പവന സുതനതികൃശ ശരീരനായി അങ്കുഷ്ടതുല്യനായി ഉൾപ്പുക്കരുളിനാൻ. തദനു ലഘുതരമവനും ഒരു തര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ. ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാധവേ നമോസ്തുതേ. ശരണമിഹ ചരണ സരസിജയുഗളമേവ തേ ശാന്തേ ശരണ്യേ നമസ്തേ
നമോസ്തുതേ. പ്ലവക പരിവൃഢ വചന നിശമന ദശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും. വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ. വല്ലഭാവൃത്താന്തമുള്ളവണ്ണം മുതാ രഘുപതിയുടഖിലമറിയിക്ക. തൽക്കോപേന രക്ഷോഗണത്തെയുമൊക്കെ ഒടുക്കണം. അറിവതിനു തവ ബലവിവേക വേഗാദികൾ ആതിഥേയന്മാരയച്ചു വന്നേനഹം. നിജചരിതമഖിലം അവനോടറിയിച്ചു പോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും. പവനസുതനഥ ഗഗനപതി ഗരുഡതുല്യനായി പാഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയും അചലവരനോടു ചൊല്ലിടിനാൻ. ചെന്നു നീ സൽക്കരിക്കേണം കപീന്ദ്രനെ. സഗര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും. തദഭിജനഭവനറികരാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമിവൻ. ഇടയിലൊരു പതനമവനില്ല തൽക്കാരണാൽ ഇച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിയിടണം. മണികനകമയനമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ. ഹിമശിഖരിതനയനഹമറിക കപിവീര നീ എന്മേലിരുന്നു തളർച്ചയും തീർക്കെടോ. സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ. സദവും ദാഹവും തീർത്തു പൊയ്ക്കൊള്ളടോ. അമൃത സമജലവും അതിമധുര മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചുകൊള്ളുക നീ. അലമലമിതരുതരുതു രാമകാര്യർത്ഥമായി ആശു പോകും വിധൗ പാർക്കരുതെങ്ങുമേ. പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക രഘുകുല തിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗത ഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു. ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം. പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. പുനരവനു അനില സമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതിസംഭ്രമാൽ. തദനു ജലനിധിയിൽ അതിഗഭീരദേശാലയെ സന്തതം വാണിഴും ഛായഗ്രഹണിയും. സരിതധിപനുപരി പരിചോടു പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ. അത് പൊഴുതു മമഗതി മുടക്കിയതാരെന്നത് അന്തരാ പാർത്ത് കീഴ്പോട്ടു നോക്കിയിടിനാൻ. അതിവിപുലതര ഭയകരാംഗിയെ കണ്ടളവംഘ്രിപാതേന കൊന്നിടിനാൻ. തക്ഷണേ നിഴലത് പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിംഹികയൊക്കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവോട് പോയിടുവാൻ ദക്ഷിണദിക്കു നോക്കി കുതിച്ചിടിനാൻ. ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചരുലങ്കാഗോപുരാഗ്രേ കപീന്ദ്രനും. ദശവദന നഗരമതിവിമല വിപുലസ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം. ബഹുലഫല കുസുമദലയുത വിടപിസങ്കുലം വല്ലീകുലാവൃതം പക്ഷിമൃഗാന്വിതം.
മണികനകമയമരപുര സദൃശമംബുധിമധ്യേ ത്രികൂടാചലോപരി മാരുതി കമലമകൾ ചരിതമറിവതിന് ചെന്നൻപോടു കണ്ടിതു ലങ്കാനഗരം നിരുപമം. കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്ന് മാനസേ പരവശതയൊടു ചടിതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ. നിശിതമസി നിശിചരപുരേ കൃശരൂപനായി നിർജ്ജനദേശേ കടപ്പനെന്നോർത്തവൻ. നിജമനസി നിശിചരകുലാരിയ ധ്യാനിച്ച് നിർജ്ജരവൈരിപുരം ഗമിച്ചിടിനാൻ. പ്രകൃതി ചപലനും അധിക ചപലമചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ച് അവനിമകൾ അടിമലരുമക തളിരിലോർത്തുകൊണ്ട് അഞ്ജനാനന്ദനൻ അഞ്ജസ നിർഭയം. ഉടൽ കടുകിനൊടു സമമിടത്തുകാൽ മുൻപിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലറിയൊരു രജനിചരിവേഷമായി കാണായിദാശു ലങ്കാശ്രീയയും തഥാ. ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചിതം. അസുരസുര നര പശുമൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ. ഇതി പരുഷവചനമുടണഞ്ഞു താഠിച്ചിതൊന്നേറെ രോഷേണ താഠിച്ചു കപീന്ദ്രനും. രഘുകുലജവര സജീവവാമമുഷ്ടി പ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും. കപിവരനോടവളും എഴുന്നേറ്റു ചൊല്ലിടിനാൾ, കണ്ടേനടോ തവ ബാഹുബലം സഖേ. വിധിവിഹിതമിതു മമ പുരൈവ ധാതാവു താൻ വീര പറഞ്ഞിതെന്നോടിതു മുന്നമേ. സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദലനയനൻ അവനിയിൽ അവതരിക്ക് ഉൾക്കാരുണ്യമോടഷ്ടവിംശതി പര്യയേ. ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനക നൃപവരനു മകളായി നിജമായയും ജാതയാം പങ്ക്തിമുഖ വിനാശത്തിനായി സരസിരുഹനയനടവിയിലത തപസ്സിനായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരേ. ദശവദനൻ അവനിമകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി പുക്കിരിക്കുന്ന നാൾ സപതി രഘുവരനോടരുണജനു സാജീവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ. സകല ദിശി കപികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ തവാന്തികെ. കലഹം അവനോട് ചടിതി തുടരും അവളെത്രയും കാതരയായി വരും നീ എന്നു നിർണയം. രണനിപുണനോട് ഭവതി താഠനവും കൊണ്ട് രാമദൂതന്നു നൽകേണവനുജ്ഞയും. ഒരു കപിയോടൊരു ദിവസം അടിച്ചടുതി കൊള്ളിൽ നീ ഓടി വാങ്ങിക്കൊള്ളുകെന്നു വിരിഞ്ചനും കരുണയൊടു ഗതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നീനിവിടം പല കാലവും. രഘുപതിയൊടിനിയൊരിടരൊഴികെ നടകൊള്ളുക നീ ലങ്കയും നിന്നാൽ ജിതയായിരുന്നടോ. നിഖില നിശിചരകുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു. ഭഗവതനുചര ഭവതു ഭാഗ്യം ഭവാനിനി പരാതെ ചെന്നു കണ്ടിടുക ദേവിയെ. ത്രിദശകുലരിപു ദശമുഖാന്തപുരവരേ ദിവ്യലീലാവനേ
പാദപസങ്കുലേ നവകുസുമ ഫലസഹിത വിടപിയുത ശിംശപാനാമ വൃക്ഷത്തിൻ ചുവട്ടിൽ അതിശുച നിശിചരികൾ നടുവിൽ അഴലൊടു മരുവിടുന്നെടൂ നിർമ്മലഗാത്രിയാം ജാനകി സന്തതം ത്വരിതം അവൾ ചരിതമുടൻ അവനോടറിയിക്ക പോയി അമ്പുധിയും കടന്നമ്പരാന്തേ ഭവാൻ അഖില ജഗദധിപതി രഘുത്തമൻ പാതുമാമസ്തുത്തെ സ്വസ്തിരത്യുത്തമോത്തം സമേ ലഘുമധുരവചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. സുന്ദരകാണ്ഡത്തിലേക്കുള്ള പ്രവേശം തന്നെ വളരെ മനോഹരമാണ്. സുന്ദരം എന്ന വാക്കിന് വാനരൻ എന്നർത്ഥം കൂടെയുണ്ട്. ഹനുമാന്റെ കാണ്ഡമാണിത്. ഹനുമാനാണ് സുന്ദരകാണ്ഡത്തിലെ നായകൻ. ഹനുമാന്റെ ഇച്ഛാശക്തിയാണ് സുന്ദരകാണ്ഡത്തിലെ ഏറ്റവും വലിയ പ്രകാശമാനമായ സന്ദർഭം. സത്യത്തിൽ ഇതൊരു തത്വമാണ്. ഹനുമാൻ എന്ന് പറയുന്നത് വായു, ശ്വാസം, വാക്കിൻ്റെ ആദ്യത്തെ ആധാര ഘടകമാണ് ശ്വാസം. ഈ ശ്വാസമാണ് ലങ്കയിലേക്ക് പോയി സീതയെ കാണുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഉപാസകൻ്റെ തെളിഞ്ഞ വാക്കിൻ്റെ ആധാര തത്വമാണ് പരാവിദ്യയായ പ്രകൃതി സ്വരൂപിണിയായ സീതയെ കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള യാത്ര ആരംഭിക്കണമെങ്കിൽ തനിയെ നടക്കില്ല. ഉപാസകന് തനിയെ കഴിയില്ല. ഉപാസകന് ശരിയായ ഗുരുവിൻ്റെ ഉപദേശം വേണം. അത് അവിടെയാണ് ജാംബവാൻ പ്രവർത്തിക്കുന്നത്. ജാംബവാനാണ് പറയുന്നത് ഹനുമാൻ ഇതിനുള്ള കഴിവുണ്ട്. ഹനുമാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ സൂര്യമണ്ഡലം ചെന്ന് പിടിക്കാൻ പോയവനാണ്. ആ വാക്കിൻ്റെ ഇച്ഛാശക്തിയെയും ആ വാക്കിൻ്റെ തന്നെ ജ്ഞാനശക്തിയെയും അതിൻ്റെ ക്രിയാശക്തി സ്വരൂപത്തിലേക്കുള്ള യാത്രയുടെ ആദ്യ ഘട്ടത്തെയും സൂചിപ്പിക്കുന്നത് ഗുരുവാണ്. ആ ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചിട്ടാണ് ഇതി പവനതനയൻ ഉര ചെയ്ത് വാലും നിജമേറ്റമുയർത്തി പരത്തി കരങ്ങളും അതിവിപുല ഗളതലവും ആർജവമാക്കി നിന്ന് ആ കുഞ്ചിതാംഘ്രിയായി ഒറ്റക്കാലം ഉയർത്തിക്കൊണ്ട് ഊർധ്വനയനായി കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ലക്ഷ്യം മുകളിലേക്കാണ്. എപ്പോഴും ബ്രഹ്മത്തിലേക്കുള്ള ലക്ഷ്യം എപ്പോഴും ഊർധ്വ നയനനായിരിക്കും. ദശപദനപുരിയിൽ നിന്ന് ഹൃദയവും ഉറപ്പിച്ച് ദക്ഷിണ ദിക്കും ആലോക്യ ചാടിയിടാനാണ്. തെക്ക് ദിക്ക് നോക്കിയിട്ടാണ് ചാടുന്നത്. അവിടെ വേറൊരു തത്വമുണ്ട്. ദേവേന്ദ്രനെ പോലും പിടിച്ചു കെട്ടിയ സ്ഥലമാണ് ലങ്ക. ദേവേന്ദ്രനെ പിടിച്ചു കെട്ടുന്നത് വെച്ചാൽ മഴമേഘങ്ങളെ നിബന്ധിച്ച സ്ഥലമാണ് ലങ്ക. ആ ലങ്കയിലേക്ക് ഇവിടെ നിന്ന് തെക്കോട്ട് വീശുന്ന മൺസൂൺ കാറ്റ് പോലെ ഹനുമാൻ സത്യത്തിൽ അഗ്നിമഴയെ പെയ്യിക്കാനാണ് പോകുന്നത്. ലങ്കയെ ചുട്ടുപൊട്ടിക്കാനാണ് പോകുന്നത്. അങ്ങനെ ഉഷ്ണവാതം പെയ്യാനാണ് പോകുന്നത്. കാറ്റ് എന്ന അർത്ഥത്തിലെടുത്താൽ അത്തരമൊരു തത്വം കൂടി ഇതിനുള്ളിലുണ്ട്. ഹനുമാനാണ് സീതയെ ആദ്യം കണ്ടെത്തുന്നത്. നമുക്ക് സീതാദർശനത്തിൽ കാണാം. ഹനുമാൻ ഇത്തരത്തിൽ ഒരു മൂർത്തിയാണ്. അണിമ ഗരിമ പോലെയുള്ള സുരസ ഇടയ്ക്ക് വരുമല്ലോ. നല്ലതും ചീത്തയുമായ പ്രലോഭനങ്ങൾ ഉണ്ടാവാം. ഇപ്പുറത്തെ ശ്രീരാമനിൽ നിന്നാണ് സീതയിലേക്ക് സഞ്ചരിക്കുന്നത് ഹനുമാൻ. വിരാട് പുരുഷനായ ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ എന്ന് എഴുത്തച്ഛൻ വിളിച്ചനശ്വരമാക്കിയ ആ ശ്രീരാമൻ്റെ യോഗമൂർത്തിയായ ശ്രീരാമൻ്റെ അടുത്ത് നിന്നാണ് പരാവിദ്യയിലേക്കുള്ള സഞ്ചാരം. അത് ജനിമരണ ജലനിധിയെ വിരവുട കടന്നാണ് പോകുന്നത്. ജനനമരണത്തിൻ്റെ കടലാണ്, സംസാര സാഗരമാണ്. അതിൽ അംസാന്തം മുങ്ങാതെയാണ്, പറന്നാണ് ഹനുമാന്റെ യാത്ര. എപ്പോഴും അങ്ങനെയായിരിക്കും. യോഗീശ്വരന്മാർക്ക് ഇതിൽ സ്പർശിക്കാതെ പോകാൻ സാധിക്കും. അവരെ ഈ ഒട്ടലുകളും പറ്റലുകളും നനവുകളും ബാധിക്കുകയില്ല. അവരല്ലാതെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവരെപ്പോലും പ്രലോഭിപ്പിക്കാൻ പലതും ഉണ്ടാകാം, നല്ലതും ചീത്തയുമായി. സുരസ വരുന്നത് അങ്ങനെയാണ്, പരീക്ഷിക്കാനാണ്. അതിനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളത് അല്ലേ? സാധാരണ പറയുമല്ലോ, ബ്രഹ്മവിദ്യാ ജ്ഞാനത്തിന് കേവലം പാത്രമെങ്കിൽ
എന്നാണ് പഴയ ശിഷ്യന്മാരൊക്കെ ഗുരുക്കന്മാരോട് ചോദിക്കുന്നത്. എനിക്ക് അതിന് യോഗ്യത ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാലും എന്നാണ്. അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുകയാണ് സുരസ. അപ്പോഴാണ് 50 യോജന വാ വളർന്നു നിൽക്കുന്ന സുരസയുടെ മുമ്പിൽ വെച്ച് അത് പൊഴുതു പവനസുതൻ അതികൃശശരീരനായി അങ്കുഷ്ടതുല്യനായി. തർജനി, മധ്യമ, ഉത്തമ, കനിഷ്ഠ, ഇത് അങ്കുഷ്ട. അങ്കുഷ്ടതുല്യനായി ഉൾപ്പുക്കളിൽ അരുളിനാനെന്നാണ്. സാധാരണ ഒരാളെ പരാജയപ്പെടുത്തിയാൽ നമ്മൾ അയാളെ ഭർസനങ്ങൾ കൊണ്ട് മൂടിയിട്ട് മേലലിൻ്റെ വഴിക്ക് വരരുതെന്ന് പറഞ്ഞേക്കും. എന്നാൽ ഹനുമാൻ താൻ പരാജയപ്പെടുത്തിയ സുരസയുടെ മുഖത്ത് നോക്കി വിളിക്കുന്നത് ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ എന്നാണ്. സർപ്പദേവതകളുടെ അമ്മേ എന്ന് വിളിക്കുമ്പോഴാണ് നീ നന്നായി വരും കുഞ്ഞ് എന്ന് അനുഗ്രഹിക്കുന്നത്. ഏതൊരമ്മയും അമ്മയാണ്. ആ അമ്മയുടെ അനുഗ്രഹം നമ്മളെ ബലപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നിട്ടോ പോകുന്ന വഴിക്ക് സുഖശീതളമായി വിശ്രമിക്കാൻ വേണ്ടി മൈനാകപർവ്വതം, കനകമണിമയം ആയ മൈനാകപർവ്വതമാണ് വരുന്നത്. ആ സ്വർണം കലർന്ന മൈനാകത്തെ കാണുമ്പോഴും സർപ്പമാതാവായ സുരസയെ കാണുമ്പോഴും ഒക്കെ ഹനുമാന്റെ മനസ്സ് അചഞ്ചലമാകുന്നില്ല. സമലോഷ്ടാശ്മ കാഞ്ചന എന്ന് പറയുന്ന സ്വർണം കണ്ടാലും കല്ല് കണ്ടാലും ഒരുപോലെയുള്ള സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥയിൽ ഹനുമാൻ ഇരിക്കുകയാണ്. ഞാൻ രാമന്റെ കാര്യാർത്ഥമായിട്ട് സീതയെ കാണാൻ പോവുകയാണ്. ഞാൻ വിരാട് പുരുഷനിൽ നിന്ന് യോഗമായയിലേക്ക് സഞ്ചരിക്കുകയാണ്. യോഗാത്മകതയായ ദേവിയിലേക്ക് സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനിടയിൽ വിശ്രമം പാടില്ല എന്നുള്ളതാണ് എൻ്റെ സന്ദർഭം. ഞാൻ വിശ്രമിച്ചു, ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചു എന്ന് തന്നെ വിചാരിച്ചാൽ മതി എന്ന് പറയും. പിന്നീടുള്ള യാത്രയിലോ ഛായാഗ്രഹണിയെ കാണുന്നു, ഛായാഗ്രഹണിയെ പരാജയപ്പെടുത്തുന്നു, സിംഹികയെ പരാജയപ്പെടുത്തുന്നു. ലങ്കയിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ലങ്കാലക്ഷ്മി തടയുന്നു. ലങ്കാലക്ഷ്മി തടഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ പറയുന്നത് എനിക്ക് സംസാരിച്ചേക്കാൻ സമയമില്ല, പരാവിദ്യയായി സീതയെ കാണാൻ പോവുകയാണ്. ഒരടി കൊടുക്കുന്നു, അവൾ തിരിച്ചിങ്ങോട്ട്, അദ്ദേഹം തിരിച്ചടിക്കുന്നു. തിരിച്ചടിക്കുമ്പോൾ അവൾക്ക് മുക്തി കിട്ടുന്ന കഥയിലാണല്ലോ നമ്മൾ പാരായണം അവസാനിപ്പിച്ചത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഉപാസകൻ ശരിയായ ലക്ഷ്യബോധത്തോടു കൂടി യാത്ര ചെയ്യുമ്പോൾ അവിടെ പ്രതിബന്ധങ്ങൾ പലതും ഉണ്ടാകാം. അതിനെയൊക്കെ തരണം ചെയ്ത് പോയാൽ മാത്രമേ ശരിയായ വിദ്യാഭ്യാസം, ശരിയായ ജ്ഞാനസ്വരൂപത്തെ ദർശിക്കാൻ കഴിയും. ഏകാന്ത ചേതസ്സോടെ പോകണം. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ്സ ചെയ്യുക വേണ്ടുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഏതൊരു മോക്ഷാർത്ഥിക്കും ഏതൊരു വിദ്യാർത്ഥിക്കും ഉള്ളിൽ ഈ ഏകാഗ്രചിത്തത എന്നത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദർശനമാണ് എഴുത്തച്ഛൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കും അത്തരമൊരു ലക്ഷ്യബോധം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.